ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. ഇന്ന് അഗെയിൻ നമ്മളൊരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദാറ്റ് ഈസ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് യൂഷ്വലി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ സീരീസ് നമ്മളിനി നെക്സ്റ്റ് വീക്ക് ഓൾമോസ്റ്റ് മൺഡേ മുതലേ റീസ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. ഇപ്പം ഇന്ന് നമ്മളിപ്പം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്, ഇന്ന് കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പ് 25 ക്വസ്റ്റ്യൻസ് നമുക്ക് മെല്ലെ നോക്കിയാലോ? യെസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഡാഷ് പ്രൊഡ്യൂസസ് നോ സെക്രീഷൻ ദാറ്റ് ഹെൽപ്സ് ദ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സ്. ലിപ്പിഡ്സ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്രീഷൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ലിവർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പാൻക്രിയാസ് ആൻഡ് മൗത്ത്. ഇതിനകത്ത് സ്വന്തമായിട്ട് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരാളേ ഉള്ളൂ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ABCD വേറെ 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ആൻസർ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. കാരണം അറിയാതിരിക്കുന്ന മിസ് വിചാരിക്കുന്നു ലിവർ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യും, പാൻക്രിയാസ് ആണെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും, മൗത്ത് ആണെങ്കിൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നുമുള്ള ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും ആണ് ഒരു കോമൺ ഡക്റ്റിൽ കൂടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തുക. അല്ലാതെ സ്വന്തമായിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനെ സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ഇസ് കംപ്ലീറ്റഡ് പ്രൈമറിലി ഇൻ ദ ഡാഷ്. എവിടെയാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവുക? ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക് ആൻഡ് ഈസോഫാഗസ്. എവിടെയാണ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ബ്രേക്ക് ഡൗൺ കംപ്ലീറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫുഡിനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് പറഞ്ഞയക്കുന്നുണ്ടായിരിക്കുക. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ചെല്ലുമ്പോൾ ആക്കിക്കൂടെ വളരെ കുറച്ച് തുച്ഛമായിട്ടുള്ള സാധനങ്ങൾ, ലൈക്ക് വാട്ടർ പോലെയുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുള്ളൂ. സോ ബേസിക്കലി ഫിസിക്കൽ കെമിക്കൽ ബ്രേക്ക് ഡൗൺ ഒക്കെ നടക്കുന്നത് കഴിയുന്നതും ഒക്കെ എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ടൂത്ത് ഈസ് നോട്ട് കറക്റ്റ്. പല്ലിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദ്യം. Enamel on the outer surface of a tooth is harder and more resistant to acid than bone. നമ്മളുടെ പല്ലിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ലെയറിനെ നമ്മൾ ഇനാമൽ എന്ന് വിളിക്കും. അത് ഭയങ്കര ഹാർഡായിട്ടുള്ള ലെയറാണ്, ആസിഡ് റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള ലെയറാണ്. ആൻഡ് ഹാർഡായതുകൊണ്ട് എല്ലിനേക്കാൾ ഉള്ളതാണ് ഇനാമൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, പൾപ്പ് ക്യാവിറ്റി ഓഫ് എ ടൂത്ത് ഈസ് അവ്വാസ്കുലർ ബട്ട് ഈസ് ഹൈലി ഇന്നർവേറ്റഡ്. അവ്വാസ്കുലർ ആണ് പൾപ്പ് ക്യാവിറ്റി, പക്ഷെ ഇന്നർവേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഇനി തേർഡ് ഓപ്ഷൻ നോക്കുക, ദ പെരിയോഡോണ്ടൽ ലിഗമെന്റ് ആങ്കേഴ്സ് എ ടൂത്ത് ഇൻ ഇറ്റ്സ് പൊസിഷൻ. ആ ടൂത്തിനെ നമ്മുടെ മോണ അല്ലെങ്കിൽ ഗംസിനകത്തോട്ട് ലൈൻ ചെയ്ത് ഇരുത്തുന്നത് പെരിയോഡോണ്ടൽ ആയിട്ടുള്ള ലിഗമെന്റ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പൊസിഷൻ വിട്ട് പോവാതെ പല്ലിനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. മെജോറിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടൂത്ത് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സബ്സ്റ്റൻസ് കോൾഡ് ആസ് ഡെൻറ്റൈൻ. നമ്മുടെ ഓരോരുത്തരുടെയും പല്ലിൻ്റെ ഭൂരിഭാഗം ഭാഗം വരുന്നത് ഒരു സ്പെഷ്യൽ സാധനം ഉപയോഗിച്ചിട്ടാണ്, ദാറ്റ് ഇസ് ഡെൻറ്റൈൻ. ഇതാണ് 4 ഓപ്ഷൻസ്. ഇതിൽ പല്ലിനെ പറ്റി കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, പൾപ്പ് ക്യാവിറ്റി അവസ്കുലറുമാണ് ഇന്നവേറ്റഡുമാണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അത് നമ്മുടെ പല്ലിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. പല്ലിൻ്റെ പൾപ്പ് ക്യാവിറ്റിയിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറേ ടിഷ്യൂസ്, ഒരുപാട് ബ്ലഡ് വെസൽസ്, ഒരുപാട് നെർവ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടതായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ബ്ലഡ് വെസൽസിൽ കൂടെയാണ് പല്ലിലോട്ട് എത്തുന്നുണ്ടായിരിക്കുക, പല്ലിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്തത്. നെക്സ്റ്റ് വൺ, സലൈവ റിച്ച് ഇൻ അമിലേസ് കംസ് പ്രൈമറിലി ഫ്രം ദ പാരോട്ടിഡ് ആൻഡ് സബ്മാൻഡിബുലർ ഗ്ലാൻഡ്സ്. ഓപ്ഷൻ ബി നോക്കുക, ഹെൽപ്സ് ടു മോയിസ്റ്റൻ ഫുഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സ്വാലോഡ്. ഓപ്ഷൻ സി, പ്രൈമറിലി കണ്ടെയ്ൻസ് വാട്ടർ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആർ കറക്റ്റ്. ഇതിലേതാണ് സലൈവനെ പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് പറയുന്നത്? സലൈവറി അമിലേസ് സലൈവയ്ക്കകത്തുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റാണ്. പിന്നെ സബ്മാൻഡിബുലറും മാൻഡിബുലർ ആയിട്ടുള്ള ഗ്ലാൻഡുകൾ സലൈവറി ഗ്ലാൻഡ്സ് ആയിട്ടുണ്ട്, അതും കറക്റ്റാണ്. വേറൊരു ഗ്ലാൻഡും കൂടെ ഉണ്ട്, പക്ഷേ മേജർ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇവർ തന്നെയാണ്. പിന്നെ നമ്മൾ ഫുഡ് ചവയ്ക്കുമ്പോഴത്തേക്കും അതിൽ സലൈവ മിക്സ് ആകുമ്പോൾ അത് ഫുഡിനെ കുറച്ചും കൂടെ സ്വാലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഇതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ ABC എന്ന് പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം ശരിയായതുകൊണ്ട് ഓൾ ഓഫ് ദീസ് ആർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 4th ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടായിരിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഇൻക്രീസ് ദെയർ സെക്രീറ്ററി ആക്ടിവിറ്റി ഇൻ റെസ്പോൺസ് ടു എ ഹോർമോൺ റിലീസ്ഡ് ഫ്രം ദ ഡാഷ്. ഈ 4 ഗ്ലാൻഡ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്.
ഇതിന് ഏത് ഹോർമോണിൻ്റെ റെസ്പോൺസ് എന്നുള്ള രീതിക്കാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് അവരുടെ സെക്രട്ടറി ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പാൻക്രിയാസ്, സ്റ്റൊമക്, ലിവർ ആൻഡ് ഡിയോഡിനം. ഡിയോഡിനം അറിയാമല്ലോ അല്ലേ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഏറ്റവും ആദ്യത്തെ ഇനീഷ്യൽ പാർട്ടിനെയാണ് നമ്മൾ ഡിയോഡിനം എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഏതിലായിരിക്കും കുറച്ചും കൂടെ ഏതിനായിരിക്കും ഹോർമോൺസ് റിലീസ് ചെയ്യുക? സ്റ്റൊമക്കിൽ നിന്നാണ്. സ്റ്റൊമക്ക് ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് അതിൻ്റെ സെക്രട്ടറി ആക്ടിവിറ്റി തുടങ്ങുന്നുണ്ടായിരിക്കുക. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സീൻ ഇൻസൈഡ് യുവർ സ്റ്റൊമക്ക് അല്ലേ, സ്റ്റൊമക്ക് വാൾസിൽ കാണുന്ന ഗ്ലാൻഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആക്ടിവേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ സ്റ്റൊമക്കിൽ നിന്ന് ഹോർമോൺ വരണം. പിടികിട്ടിയോ? യെസ്. ഇനി നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് pancreas is stimulated to release its secretions by option A HCl and chyme, trypsinogen, insulin and secretin. പാൻക്രിയാസ് സെക്രറ്റ് ചെയ്യുന്ന സാധനമാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ 4 പേരിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻഡ് ആൻസർ വരുന്നത് ദാറ്റ് ഈസ് സെക്രറ്റിൻ. സെക്രറ്റിൻ ആണ് പാൻക്രിയാസിനെ ബാക്കിയുള്ള സകല സെക്രീഷൻസും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആ ഒരു കെമിക്കൽ കേട്ടോ, സെക്രറ്റിൻ എന്ന് പറയും നമ്മളതിനെ. ഇനി ഡ്യൂറിങ് അബ്ഡോമിനൽ സർജറി immobilization of the patient's intestine is often desirable. Which of the following type of medications must be most effective at mobilizing the intestines? നമ്മൾ അബ്ഡോമിനൽ വയറ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർജറീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻറ്റിൻ്റെ ഇൻറ്റസ്റ്റൈൻസ് മൂവ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളൊരു മരുന്ന് കൊടുക്കും. അത് ഏതാണ് ഇതിനകത്ത് ഉള്ളത് 4 ഓപ്ഷൻസ് നിന്ന് ചൂസ് ചെയ്ത് എഴുതണം. cholinergic medication, an anti-adrenergic medication and anticholinergic medication. Both B and C are correct. ഇതിലേതാണ് ഇൻഡസ്റ്റൈൻ മൊബിലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ദ ഡ്രഗ് ഈസ് ആൻറ്റികൊളിനർജിക് മെഡിക്കേഷൻ. ആൻഡ് ആൻറ്റികൊളിനർജിക് മെഡിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സിയിലുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ, കൊളിനർജിക് മെഡിക്കേഷൻ. ഇനി അടുത്തത് നോക്കിക്കേ, വിച്ച് ലെയർ ഈസ് ദ മയൻട്രിക് പ്ലെക്സസ് ലൊക്കേറ്റഡ് ഇൻ? മയൻട്രിക് പ്ലെക്സസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഇതിലേത് ലെയറിലാണ്? മസ്കുലാരിസ്, മ്യൂക്കോസ, ലാമിന പ്രോപ്രിയ, സെറോസ. ഇതിലേത് ലെയറിലാണ് മയൻട്രിക് ആയിട്ടുള്ള പ്ലെക്സസ് ലൊക്കേറ്റ് ചെയ്തേക്കണമെന്ന് ചോദിച്ചാൽ മസ്കുലാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള മസിൽസ് കണ്ടെയ്നിങ് ലെയറിനകത്താണെന്നുള്ളത് എല്ലാവരും ഓർക്കുക കേട്ടോ. യെസ്. അടുത്തത് നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഹെപ്പാറ്റോസൈറ്റ്സ്? ഹെപ്പാറ്റോസൈറ്റ്സ് എന്ന് വെച്ചാൽ ലിവറിൻ്റെ അവിടെയുള്ള സെൽസാണ്. ലിവറിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹെപ്പാറ്റോസൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഇതിന് ചൂസ് ചെയ്യണം. സെക്രീഷൻ ഓഫ് ബൈൽ, ഡീടോക്സിഫൈങ് ആൽക്കഹോൾ, സിന്തസൈസിങ് കൊളസ്ട്രോൾ, സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസ്. ഇവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ വേർഡ്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസ്. ഡൈജസ്റ്റീവ് എൻസൈംസ് ഇവിടെ നിന്നൊന്നും അല്ല ഉണ്ടാവുന്നത് അല്ലേ. ഹെപ്പാറ്റോസൈറ്റ്സ് ലിവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ബൈൽ, ഡീടോക്സിഫൈങ് ആൽക്കഹോൾ ആൻഡ് സിന്തസൈസിങ് കൊളസ്ട്രോൾ. ആൻഡ് അതിനകത്ത് പറ്റാത്തൊരു കാര്യമാണ് ഡൈജസ്റ്റീവ് എൻസൈംസിനെ സെക്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി എടുത്തേക്കുന്നത് കേട്ടോ. ഈ ലിവറിനെ കൊണ്ട് ഒരു പരമാവധി വരെ ആൽക്കഹോളിനെ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ടും ഈ ഡ്രങ്ക് യാർഡ്സ് ഇനിയും ആൽക്കഹോൾ കുടിക്കുമ്പോഴത്തേക്കുമാണ് ലിവറിൻ്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നതും ലിവർ വയ്യാണ്ടാവുന്നതും സെറോസിസ് പോലെയുള്ള അവസ്ഥയിലോട്ടൊക്കെ നമ്മൾ എത്തുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ, വാട്ട് ഈസ് അബ്സോർപ്ഷൻ? അബ്സോർപ്ഷൻ എന്താ? 4 ഓപ്ഷൻസ് അതിൻ്റെ ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, അതിന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദ പ്രോസസ് ഓഫ് റിലീസിങ് ഡൈജസ്റ്റീവ് കെമിക്കൽസ് ഇൻ ടു ദ GI ട്രാക്ട്. GI ട്രാക്ട് എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എന്നാണ്. നെക്സ്റ്റ് നോക്കിക്കേ ഓപ്ഷൻ, ദ പ്രോസസ് ഓഫ് ഫിസിക്കലി ബ്രേക്കിംഗ് ഡൗൺ ഫുഡ് സ്റ്റഫ്സ്, ദ പ്രോസസ് ഓഫ് മൂവിങ് ഫുഡ് കോമ്പണൻസ് ഫ്രം ദ GI ട്രാക്ട് ഹ്യൂമൻ ഇൻ ടു ബോഡി സെൽസ്, പ്രോസസ് ഓഫ് റിമൂവിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദ GI ട്രാക്ട്. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? കാണുമ്പോൾ തന്നെ അറിയാം, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഫുഡിനെ GI ട്രാക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ബോഡി സെൽസിലോട്ട് മൂവ് ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ബാക്കി ഒന്നുമല്ല, ഫിസിക്കൽ ബ്രേക്ക് ഡൗൺ ജസ്റ്റ് ഡൈജഷനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൈജസ്റ്റീവ് കെമിക്കൽസൊക്കെ റിലീസ് ചെയ്യണം. വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്നത് അതല്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സിയിലോട്ട് നമ്മൾ പോകും കേട്ടോ. അടുത്തത് നോക്കിക്കേ, ഡിലേയിങ് ഡെഫിക്കേഷൻ ഇൻവോൾവ്സ് ഡാഷ്. ഡെഫിക്കേഷൻ മീൻസ് നമ്മളുടെ വേസ്റ്റ് റിലീസ് ചെയ്യുന്നത് കേട്ടോ. റിലാക്സേഷൻ ഓഫ് ദ റെക്ടം, റിലാക്സേഷൻ ഓഫ് ദ എക്സ്റ്റേണൽ ഏനൽ സ്ഫെനിസ്റ്റർ, കൺസ്ട്രക്ഷൻ ഓഫ് ദ റെക്ടം,
കൺസ്ട്രക്ഷൻ ഓഫ് ദ എക്സ്റ്റേണൽ ഏനൽ സ്പിൻസ്റ്റർ. നമ്മൾ ഡിഫിക്കേഷൻ ഡിലേ ചെയ്താൽ ഇതിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. എന്താ സംഭവിക്കുന്നതായിരിക്കും? ദാറ്റ് ഇസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഏനൽ സ്പിൻസ്റ്റർ. എക്സ്റ്റേണൽ ഏനൽ സ്പിൻസ്റ്റർ ഒക്കെയാണ് നമ്മളുടെ ഫീക്കസിനെ പുറത്തോട്ട് ഏനസിൽ നിന്ന് വെളിയിലോട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് കൺസ്ട്രക്റ്റഡ് ആയിട്ട് പോകും ഡെഫിക്കേഷൻ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, യെസ്. അടുത്തത് നോക്കിക്കോളൂ. All lipids are absorbed through the brush border of the small intestine by the process of dash. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ബോർഡറിലുള്ള കുറച്ച് സെൽസാണ് ബ്രഷ് ബോർഡർ സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവർ ഏതോ ഒരു പ്രോസസ്സിൽ കൂടെയാണ് ലിപ്പിഡ്സിനെല്ലാം അബ്സോർബ് ചെയ്യുക. ആ പ്രോസസ്സ് ഏതാണെന്നുള്ളത് ഈ നാലെണ്ണത്തിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പൈനോസൈറ്റോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് സിമ്പിൾ ഡിഫ്യൂഷൻ. വെരി 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 ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ലൂമനിലുള്ള സാധനങ്ങൾ അബ്സോർബ് ചെയ്യുന്നത് എന്തിൽ കൂടിയാണ്? ദാറ്റ് ഇസ് സിമ്പിൾ ഡിഫ്യൂഷൻ. നമ്മുടെ ബോഡിയിൽ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിൽ കൂടെ തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ ലിപ്പിഡ്സിനെ അബ്സോർബ് ചെയ്യാൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ബ്രഷ് ബോർഡർ സെൽസ് ഉപയോഗിക്കുന്ന പ്രോസസ്സ് സിമ്പിൾ ഡിഫ്യൂഷൻ ആണെന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദാറ്റ് ഗീവ്സ് മ്യൂക്കോസ എ വെൽവെറ്റി അപ്പിയറൻസ് ആൻഡ് ഗ്രേറ്റ്ലി ഇൻക്രീസ് ദ സർഫസ് ഏരിയ ആർ കോൾഡ് ഡാഷ്. നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടല്ലോ, അവർ മ്യൂക്കോസ എന്ന് പറഞ്ഞ ലെയറിനൊരു വെൽവെറ്റി ആയിട്ടുള്ളൊരു അപ്പിയറൻസും കൂടുതൽ സർഫസ് ഏരിയയും കൊടുക്കും. ആൻഡ് ആ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിൻ്റെ പേരാണ് ചോദിക്കുന്നത്. സർക്കുലർ ഫോൾസ്, സീലിയ, ഹോസ്ട്ര ആൻഡ് വില്ലൈ. അയ്യോ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്ന് കേട്ടാൽ തന്നെ ഇതിൻ്റെ ആൻസർ അറിയാൻ പറ്റില്ലേ? എന്താണ് ആൻസർ? ദാറ്റ് വിൽ ബി ഒബ്വിയസ്ലി വില്ലൈ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഓൺ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അത് വില്ലയാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ മാത്രമല്ല, എവിടെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം വില്ലയാണ്. നമ്മുടെ യൂറിനോജനൈറ്റൽ ട്രാക്റ്റിലും നമ്മുടെ ഒവിഡക്റ്റിലൊക്കെ അതുണ്ട്. പൊതുവെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ളത് എന്നാത്തിനെന്ന് വെച്ചാൽ നമ്മുടെ അബ്സോർപ്ഷൻ്റെ കുറച്ചും കൂടെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് നോക്കൂ. പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട്സ് ഇൻ ദ ഡാഷ്. പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഈസോഫാഗസ്, ദെൻ സ്റ്റൊമക്, മൗത്ത് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇതിലെവിടെയാണ് പ്രോട്ടീൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? പ്രോട്ടീൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഒബ്വിയസ്ലി ദാറ്റ് ഈസ് ഇൻ ദ സ്റ്റൊമക്. സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ ഡൈജഷൻ. പ്രോട്ടീൻ മാത്രമായിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു ഡൈജസ്റ്റീവ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം സ്റ്റൊമക്കിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ദ തോട്ട് ഓഫ് ഓർ സ്മെൽ ഓഫ് ഫുഡ് ഇനീഷ്യേറ്റ്സ് ഡാഷ് ഫേസ് ഓഫ് സ്റ്റൊമക് സെക്രീഷൻ ആൻഡ് മോട്ടിലിറ്റി. നമ്മൾ ഫുഡിൻ്റെ സ്മെല്ലോ ഫുഡിൻ്റെ ആ ഒരു തോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റൊമക്ക് എന്തോ ഒരു ഫേസ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റൊമക്കിൽ സെക്രീഷൻ ആൻഡ് മോട്ടിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഫേസ് ആയിരിക്കും എന്നുള്ളത് നാലെണ്ണത്തിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതണം. ബക്കൽ, സെഫാലിക്, ഗ്യാസ്ട്രിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ. ഇതിലേത് ഫേസാണ്? ഒബ്വിയസ്ലി ദാറ്റ് ഈസ് സെഫാലിക്. നമ്മളുടെ ഫുഡിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ഫുഡിൻ്റെ തോട്ടോ വരുമ്പം ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് ദാറ്റ് ഈസ് ദ സെഫാലിക് ഫേസ് ഓഫ് സ്റ്റൊമക് സെക്രീഷൻ ആൻഡ് മോട്ടിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് നോക്കൂ. ആക്സസറി ഡൈജസ്റ്റീവ് ഓർഗൻസ് ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഡാഷ്. ആക്സസറി ഡൈജസ്റ്റീവ് ഓർഗൻസിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? എക്സെപ്ഷണൽ കേസാണ് എടുത്തെഴുതേണ്ടത് കേട്ടോ. ടങ്, ലിവർ, പാൻക്രിയാസ്, സ്റ്റൊമക്. ഇതിലേതാണ് എക്സസറി ഡൈജസ്റ്റീവ് ഓർഗൻ അല്ലാത്തത്? എക്സെപ്ഷനാണ്. സോ ദാറ്റ് ഇസ് സ്റ്റൊമക് കേട്ടോ. ഡൈജസ്റ്റീവ് ഓർഗൻസിൽ വരാത്ത എക്സെപ്ഷണൽ കേസാണ് എന്ത്? സ്റ്റൊമക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഇതിലേതാണ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ പെടാത്തത്? എക്സെപ്ഷണൽ ആണ്. അതുകൊണ്ട് ഈസോഫാഗസ്, ലിവർ, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇതിൽ GI ട്രാക്റ്റിൽ പെടാത്തത് ഏതാണ്? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ പെടാത്തത് ഏതാണ്? ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ലിവർ. കാരണം ലിവർ ഒരു ട്രാക്റ്റല്ലല്ലോ. ഈസോഫാഗസും സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈനൊക്കെ കുഴൽ പോലെ ഇരിക്കുന്നവരാണ്. ലിവർ അങ്ങനെയുള്ളതല്ല. ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈനും കണക്റ്റഡുമാണ്. അങ്ങനെയാണ് അവർ GI ട്രാക്റ്റ് ആവുന്നത്. പക്ഷേ ലിവർ പെടത്തില്ല. അതുകൊണ്ട് ലിവറാണ് ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ. The muscles of the esophagus squeeze the food downward using the process of dash. ഏത് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് ഈസോഫാഗസിൽ എത്തിയിട്ടുള്ള ഫുഡിൻ്റെ മസിൽസ് താഴോട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഗ്രാവിറ്റി, പെരിസ്റ്റാൾസിസ്, റൂഗെ ആൻഡ് കൈ. ഏത് പ്രോസസ്സാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, പെരിസ്റ്റാൾസിസ് അല്ലേ? കാരണം ഈസോഫാഗസിൽ പെരിസ്റ്റാൾസിസ് നടക്കുമ്പോൾ കുറേയൊക്കെ ഭക്ഷണം ഗ്രൈൻഡ് ചെയ്യപ്പെടും, എന്നിട്ടാണ് അത് സ്റ്റൊമക്കിൽ എത്തുന്നത്. സോ ഒബ്വിയസ്ലി അവിടെ ഡൈജഷൻ്റെ ചെറിയൊരു പങ്ക് നടക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് പെരിസ്റ്റാൾസിസ് കേട്ടോ. വേവ് ലൈക്ക് മോഷൻ ഓഫ് ഫുഡ് ഇൻസൈഡ് ദ സ്റ്റൊമക് ഇസ് ഇൻസൈഡ് ദ ഈസോഫാഗസ് ഇസ് കോൾഡ് ആസ് പെരിസ്റ്റാൾസിസ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പെരിസ്റ്റാൾസിസ് ആണ് ആൻസർ. വെൻ ദ സ്റ്റൊമക് ഈസ് എംപ്റ്റി ഇറ്റ് ഫോൾഡ്സ് അപ്പ് ഇൻ ടു റിങ്കിൾസ് കോൾഡ് ഡാഷ്.
നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, വയറ് കാലിയാണെന്നുണ്ടെങ്കിൽ അത് ഫോൾഡ് ചെയ്തിട്ട് റിങ്കിൾസ് മാതിരിയാവും. അതിനെന്താ വിളിക്കുക? സ്പിൻസ്റ്റേഴ്സ്, ബോളസ്, റൂഗേ ആൻഡ് കൈൻ. എന്നാൽ നമ്മളങ്ങനെ സ്റ്റൊമക്ക് ഫോൾഡ് ചെയ്തിട്ടുള്ള ഉണ്ടാവുന്ന റിങ്കിൾസിനെ നമ്മൾ എന്താ വിളിക്കുക? നമ്മളതിനെ റൂഗേ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. റൂഗേ എന്ന് പറയും. ഓക്കെ, യെസ്. ഇനി അടുത്തത് നോക്കിക്കേ. മെക്കാനിക്കൽ ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ ഡാഷ് മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ. വെരി ഈസി അല്ലേ? മെക്കാനിക്കൽ ഡൈജഷൻ തുടങ്ങുന്നത് എവിടെയാണ്? മെക്കാനിക്കലി നമ്മൾ ചവച്ച് തുടങ്ങുന്നത് മൗത്തിലല്ലേ. അപ്പോൾ അതുകൊണ്ട് മൗത്താണ് മെക്കാനിക്കൽ ഡൈജഷൻ തുടങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ഗ്യാസ്ട്രിക് ജ്യൂസസ് ഇൻ ദ സ്റ്റൊമക്ക് എന്താ ചെയ്യുന്നത് എന്നുള്ളത് 4 ഓപ്ഷൻസിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കിൽസ് ദ ബാക്ടീരിയ, വർക്ക് ടുഗെദർ ടു ഡൈജസ്റ്റ് ഫുഡ്, ഇൻക്ലൂഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഓൾ ഓഫ് ദ എബവ്. എന്തായാലും ഗ്യാസ്ട്രിക് ജ്യൂസസ് ബാക്ടീരിയനെ കില്ല് ചെയ്യും. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അവരെല്ലാവരും ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനകത്ത് HCl ഉണ്ട്, സ്റ്റൊമക്കിലല്ല HCl അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. കാരണം എല്ലാം ഉള്ളത് കൊണ്ട് കേട്ടോ. ആൻഡ് അടുത്തത് നോക്കൂ. കെമിക്കൽ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ഫുഡ് ബിഗിൻസ് ഇൻ ദ ഡാഷ്. നമ്മൾ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കെമിക്കൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ. ഇതിലെവിടെയാണ് തുടങ്ങുന്നത്? ദാറ്റ് ഈസ് ഒബ്വിയസ്ലി സ്റ്റാർച്ചിൻ്റെ ഡൈജഷനൊക്കെ തുടങ്ങുന്നതും മൗത്തിൽ തന്നെയാണ്. ഇന്ന സാധനത്തിൻ്റെ ഒരു ഉള്ളതില്ല. നമ്മൾ എപ്പോഴും ഡൈജഷൻ തുടങ്ങുന്നത് മൗത്തിലാണെന്ന് പറയും. കെമിക്കൽ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് എന്ന് പറയാൻ കാരണം സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ എബിലിറ്റി ഉള്ളതാണ് നമ്മുടെ സലൈവറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവയ്ക്കകത്തുള്ള സലൈവറി അമിലേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം. അപ്പോൾ സലൈവറി അമിലേസ് സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർച്ചിൻ്റെ കെമിക്കൽ ഡൈജഷൻ മൗത്തിൽ വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കെമിക്കൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് ബിഗിൻസ് ഇൻ. എവിടെയാണ് കെമിക്കൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ തുടങ്ങുക? മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ. ഇതിലെവിടെയാണ് പ്രോട്ടീൻസിൻ്റെ കെമിക്കൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? ദാറ്റ് വിൽ ബി ഒബ്വിയസ്ലി ഇൻ സ്റ്റൊമക്ക്. പ്രോട്ടീൻസ് ഒക്കെ ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത് സ്റ്റൊമക്കിനകത്താണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഓർക്കണം കേട്ടോ. കെമിക്കൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇൻ ദ സ്റ്റൊമക്ക്. ഓക്കെ, യെസ്. ഇനി അടുത്തത് നോക്കിക്കേ. ദ സ്റ്റൊമക്ക് വിൽ ബി എന്തോ ഒരു ഫില്ലിംഗ് നമുക്ക് അവിടെ ചെയ്യേണ്ടതുണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട്, അതിന് ചൂസ് ചെയ്താൽ മതി. ഡസ് കെമിക്കൽ ഡൈജഷൻ ഓൺലി, ഡസ് മെക്കാനിക്കൽ ഡൈജഷൻ ഓൺലി, ഡസ് ബോത്ത് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഡൈജഷൻ, സ്റ്റാർട്ട്സ് കെമിക്കൽ ഡൈജഷൻ ഫോർ സ്റ്റാർച്ചി ഫുഡ്സ്. ഇതിലേതാണ് സ്റ്റൊമക്ക് ചെയ്യുന്ന പരിപാടി? സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻസ് ആണ് സ്റ്റൊമക്ക് ചെയ്യുന്നത്. ഇതിൽ ഏതാണെന്നുള്ളതാണ് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഡൈജഷൻ സ്റ്റൊമക്ക് ചെയ്യും. കെമിക്കൽ ഡൈജഷന് വേണ്ടിയിട്ടാണ് അവർ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഒക്കെ ഉള്ളതും ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നതും. മെക്കാനിക്കൽ ഡൈജഷൻ ചെയ്യുന്നുണ്ടെന്ന് പറയാനുള്ള റീസൺ പെരിസ്റ്റാൾസിസ് ത്രൂ ഈസോഫാഗസിന് സ്റ്റൊമക്കിൽ എത്തിയിട്ടുള്ള ഫുഡിനെ നല്ലപോലെ അരച്ചെടുക്കുന്നത് അവിടെ ലോഞ്ചിറ്റ്യൂഡിനലായിട്ടും ഒക്കെ മസിൽസ് ഉണ്ട് സ്റ്റൊമക്കിൽ. അപ്പോൾ അതുകൊണ്ട് ആ മസിൽസ് വെച്ചിട്ട് ഫുഡിനെ ഈ സ്റ്റൊമക്കാണ് നല്ലപോലെ അരയ്ക്കുക. അതുകൊണ്ട് നമ്മളുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഫുഡ് ഇരിക്കുന്നത് സ്റ്റൊമക്കിനകത്ത്, ഏറ്റവും കൂടുതൽ സമയം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മെക്കാനിക്കലായിട്ടും കെമിക്കലായിട്ടുള്ള ഡൈജഷൻ സ്റ്റൊമക്ക് നടത്തുന്നത് കൊണ്ട് നമ്മൾ ഓപ്ഷൻ സി ചൂസ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, യെസ്. ഇനി ബൈ ദ ടൈം ഫുഡ് ലീവ്സ് ദ സ്റ്റൊമക്ക് ഇറ്റ് ഈസ്. ഫുഡ് സ്റ്റൊമക്കിൽ നിന്ന് എല്ലാ ഡൈജഷനൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതെന്തായിട്ടുണ്ടാവും? ആ ക്രീമി പേസ്റ്റ് കോൾഡ് കൈൻ റോൾഡ് ഇൻ ടു എ ബോളസ് റെഡി ടു ബി മിക്സ്ഡ് വിത്ത് പെപ്സിൻ ഫോർ പ്രോട്ടീൻ ഡൈജഷൻ. നൺ ഓഫ് ദ എബവ്. വയറിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ നിന്ന് ഭക്ഷണം ലീവ് ചെയ്യുന്ന സമയത്ത് അതേത് അവസ്ഥയിലായിരിക്കും? ദാറ്റ് വിൽ ബി എ ക്രീമി പേസ്റ്റ് ലൈക്ക് കൈൻ. കാരണം അതിനകത്ത് ഇനി ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ടൊന്നും തന്നെ ഭക്ഷണമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അവരെല്ലാവരും അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പേസ്റ്റ് പരുവത്തിലാക്കുന്നത് തന്നെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ചെല്ലുമ്പോൾ അത് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. പിടികിട്ടിയോ? അപ്പോൾ ആ ക്രീമി പേസ്റ്റായിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ നമ്മൾ കൈം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പ് 25 ക്വസ്റ്റ്യൻസ് ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ പാർട്സും ഒന്ന് ടച്ച് ചെയ്ത് പോയി എന്നുള്ളതാണ് മിസ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ആൻസേഴ്സ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഡൈജഷനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ സാധിക്കുകയാണെങ്കിൽ, സൺഡേ ആണ് സ്റ്റിൽ സാധിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.